ഓൺ എയർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. ഓണത്തിന്റെ ചരിത്രവും പ്രാധാന്യവും സദ്യ മുതൽ പരമ്പരാഗത ആഘോഷങ്ങൾ വരെ ഒറ്റനോട്ടത്തിൽ. കേരളത്തിൽ പുതുവർഷത്തിന്റെ തുടക്കം കുറിക്കുന്ന ചിങ്ങപ്പുലരിക്കൊപ്പമാണ് മലയാളികൾ ഓണാഘോഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം ഉത്രാടം, തിരുവോണം നാളുകളിലാണ് പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നത്. ചതയം നാൾ വരെ നീണ്ടു നിൽക്കുന്നതാണ് കേരളത്തിലെ ഓണാഘോഷങ്ങൾ. കേരളീയരാണ് ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് ഐതിഹ്യമെങ്കിലും അതിനും ഏറെ മുമ്പ് തന്നെ കേരളത്തിലും മധുരൈ ഉൾപ്പെട്ട തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷങ്ങൾ നടന്നിട്ടുള്ളതായി സംഘകൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശമുള്ളത്. ഇന്ദ്രവീഴ എന്ന് മാങ്കുടി തിരുനാരുടെ കൃതിയിൽ കാണാം. ഇന്ദ്രന്റെ വിജയം എന്നാണ് ഇതിനർത്ഥം. അഥവാ അസുരനായ മഹാബലിയെ ദേവനായ വിഷ്ണു പരാജയപ്പെടുത്തിയതിന്റെ സൂചനയാണ് ഇതിലുള്ളത്. നാട്ടിലായാലും മറുനാട്ടിലായാലും ഓണം വിട്ട് മലയാളിക്ക് ആഘോഷങ്ങളില്ല. കുഞ്ഞു പൂക്കളവും ഇലയിട്ട് വിളമ്പാത്ത സദ്യയുമില്ലാത്ത ഓണക്കാലവും മലയാളി കടന്നു പോകില്ലെന്ന് തന്നെ ചുരുക്കം. പണ്ടു കാലങ്ങളിൽ കൂട്ടുകുടുംബങ്ങളിൽ ഗംഭീരമായി ആഘോഷിക്കപ്പെട്ടിരുന്ന ഓണം പിന്നീട് അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ഓണവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും കേരളീയർക്ക് ഓണം വിളവെടുപ്പിന്റെ ഉത്സവമായും വ്യാപാരവുമായെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മലയാളം കലണ്ടറിൽ ചിങ്ങമാസത്തിലാണ് വരുന്നത്. ഓണാഘോഷത്തിന്റെ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഓണം കൊണ്ടാടുന്നത്. വാമന രൂപത്തിലെത്തിയ മഹാവിഷ്ണു മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. 3 അടി മണ്ണ് അളന്നെടുക്കാൻ മഹാബലി അനുവാദം നൽകിയതോടെ വാമനൻ വിശ്വരൂപം കൈക്കൊണ്ട് 2 പാദങ്ങൾ കൊണ്ട് 3 ലോകവും അളന്നെടുക്കുകയായിരുന്നു. 3ാമത്തെ അടി മണ്ണിനായി കാല് എവിടെ വയ്ക്കുമെന്ന് ചോദിച്ചതോടെ മറ്റു മാർഗങ്ങളില്ലാതിരുന്ന മഹാബലി 3ാമത്തെ കാൽ വയ്ക്കുന്നതിനായി തന്റെ ശിരസ് കുനിച്ചു കൊടുക്കുകയായിരുന്നു. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണുന്നതിനായി രാജ്യം സന്ദർശിക്കുന്നതിനായി വാമനനോട് അനുവാദം ചോദിച്ചു. മഹാബലിയുടെ ആവശ്യം വാമനൻ അംഗീകരിക്കുകയും ചെയ്തു. ഇതോടെ മഹാബലി വർഷം തോറും പ്രജകളെ സന്ദർശിക്കാൻ എത്തുന്ന ദിവസമാണ് തിരുവോണം എന്നാണ് ഓണത്തിന്റെ ആരംഭത്തെക്കുറിച്ച് വ്യാപകമായി പ്രചരിക്കുന്ന ഐതിഹ്യം. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ആരംഭിക്കുന്ന ഓണാഘോഷം തിരുവോണ നാളിലാണ് പ്രൗഢഗംഭീരമായി ആഘോഷിക്കുന്നത്. തുടർന്ന് ചതയം നാൾ വരെ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്യും. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് മുറ്റത്ത് ചാണകം മെഴുകിയ തറയിൽ പൂക്കളം ഒരുക്കുക. പണ്ടു കാലങ്ങളിലാകട്ടെ അത്തം, ചിത്തിര, ചോതി നാളുകളിൽ തുമ്പപ്പൂ മാത്രമാണ് പൂക്കളം ഇട്ടിരുന്നത്. ഇന്നും കേരളത്തിലെ ചില വീടുകളിൽ ഇതേ ചിട്ടകൾ തുടർന്നു പോരുന്നവരുണ്ട്. അത്തം ദിനത്തിൽ ഒരിനം പൂവിടുകയും ദിവസങ്ങൾ പോകുന്നതനുസരിച്ച് പൂക്കളം ഒരുക്കുന്നതിനുള്ള പൂവുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തു വന്നിരുന്നത്. 10ാം ദിനത്തിൽ 10 നിറമുള്ള പൂക്കൾ കൊണ്ടും പൂക്കളം ഒരുക്കും. കാലാനുസൃതമായി മാറ്റങ്ങൾ വന്നതോടെ നാടൻ പൂക്കൾക്ക് പകരം പലതരത്തിലും പല നിറത്തിലും പകിട്ടിലുമുള്ള പൂക്കളം ഇടം പിടിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഓണം വിപണി ലക്ഷ്യം വെച്ച് എത്തുന്ന പല ഇനം പൂക്കളാണ് ഇന്ന് മലയാളികളുടെ പൂക്കളം കൈയടക്കിയിട്ടുള്ളത്. മല്ലികയും ജമന്തിയും വാടാമല്ലിയും മുതൽ പല ഇനം പൂക്കൾ ഓണക്കാലത്ത് അതിർത്തി കടന്നെത്തുകയും ചെയ്യും. കേരളത്തിലെ ഓണം വിപണി ലക്ഷ്യമിട്ട് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ഗ്രാമങ്ങളിൽ പൂക്കൃഷി വ്യാപകമായി നടത്തി വരികയും ചെയ്യുന്നു. ഓണത്തിനുള്ള ചടങ്ങുകളിൽ തിരുവോണ ചടങ്ങുകളാണ് പ്രാധാന്യമേറിയത്. തൃക്കാക്കര ക്ഷേത്രത്തിൽ മഹാബലിയെ വരവേൽക്കുന്നതാണ് ഇത്. വാമനന്റെ പാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥത്തിലാണ് തൃക്കാൽക്കര ഉണ്ടായതെന്നാണ് ഐതിഹ്യം. കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രവും തൃക്കാക്കരയാണ്. അത്തം തുടങ്ങുന്നത് മുതൽ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കര ക്ഷേത്രത്തിൽ. ഓണത്തോടനുബന്ധിച്ച് സദ്യവട്ടങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കും. ഇന്ന് നാട്ടിലെ ക്ലബ്ബുകളിലും റെസിഡൻഷ്യൽ അസോസിയേഷനുകളിലും ആളുകൾ കൂടിച്ചേർന്ന് ഓണം ആഘോഷിക്കുന്നത് പതിവായി കഴിഞ്ഞിട്ടുണ്ട്. പൂക്കള മത്സരവും ഉറിയടിയും വടംവലിയും എന്നിങ്ങനെ പലതരം മത്സരങ്ങളും പട്ടികയിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഓണത്തിന് കുട്ടികൾക്കും മുതിർന്നവർക്കും പുതുവസ്ത്രങ്ങൾ വാങ്ങി നൽകുന്നതും ഓണത്തിന്റെ ഭാഗമാണ്. സ്ത്രീകൾ സെറ്റും മുണ്ടും, പുരുഷന്മാർ കസവോട് കൂടിയതോ കരയോട് കൂടിയതോ ആയ മുണ്ടും വസ്ത്രങ്ങളും അണിഞ്ഞാണ് ഓണത്തെ വരവേൽക്കുക എന്നാണ് പറയുക. ഇന്ന് ഓണം വിപണിയുടെ ആഘോഷം കൂടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ വസ്ത്രങ്ങൾ എന്തും ഓണക്കോടിയായാണ് കണക്കാക്കപ്പെടുന്നത്. രാവിലെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞാണ് കുട്ടികളും സ്ത്രീകളും ചേർന്ന് മുറ്റത്ത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ തറയിൽ ചാണകം മെഴുകിയ ശേഷം പൂക്കളം ഒരുക്കുക. ഓണാഘോഷങ്ങളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഓണസദ്യ തന്നെയാണ്. എരിശ്ശേരിയും കാളനും ഓലനും അവിയലും സാമ്പാറും ഒക്കെയാണ് ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങൾ.
പുളിയിഞ്ചിയും പപ്പടവും ശർക്കര വരട്ടിയും ഉപ്പേരിയും എല്ലാം നാക്കിലയിലാണ് വിളമ്പുക. പാലടയും പ്രഥമനും മുതൽ പായസങ്ങളിൽ കാലക്രമേണ മാറ്റങ്ങൾ പ്രകടമായി. നാക്കില ഇടതുവശത്തേക്ക് വരുന്ന തരത്തിൽ ഇട്ട ശേഷം ഇടതുവശത്ത് മുകളിൽ ഉപ്പേരിയും വലതുഭാഗത്ത് താഴെയായി ശർക്കര ഉപ്പേരിയും ഇടതുഭാഗത്ത് പപ്പടവും വലത് കാളൻ, ഓലൻ, എരിശ്ശേരി, നടുക്കുചോറ് എന്നിങ്ങനെയാണ് ഓണസദ്യ വിളമ്പുന്നത്.